ഒരിക്കൽ വടക്കുദിശയിലുള്ള കാറ്റിനും സൂര്യനും തമ്മിൽ ആർക്കാണ് ബലം കൂടുതലുള്ള എന്ന ഒരു തർക്കമുണ്ടായി. ഞാൻ നിന്നെക്കാട്ടും വലിയ ശക്തിമാനാണ്. നീ പറയുന്നത് സത്യമല്ല. ശക്തിയുള്ളത് എനിക്കാണെന്ന് എല്ലാവർക്കും അറിയാം. നീ കള്ളം പറയുന്നു. ഞാൻ തന്നെ ഏറ്റവും വലിയ ശക്തിശാലി. അങ്ങനെ പറയരുത് സുഹൃത്തെ. എന്റെ അടുത്തുള്ള ചൂടായ രശ്മികൾ നിന്റെ തണുത്ത കാറ്റിനേക്കാളും നല്ല ശക്തിയുള്ളതാ. അങ്ങനെയാണെങ്കിൽ ശരി, നമുക്കുള്ളിൽ ഒരു മത്സരം വെച്ച് നോക്കാം. കണ്ടോ, ഒരു വഴിപോക്കൻ പോകുന്നു. അവന്റെ വസ്ത്രങ്ങൾ അവൻ തന്നെ അഴിച്ചു മാറ്റണം. അങ്ങനെ അവനെ കൊണ്ട് നമ്മളിൽ ആര് ചെയ്യിപ്പിക്കുന്നു അവര് തന്നെ ബലശാലി. ശരി ശരി, ഈ മത്സരത്തിൽ തീർച്ചയായും വിജയിക്കാൻ പോകുന്നത് ഞാനാ. ആദ്യം നീ ആ വഴിയാത്രക്കാരന്റെ പുതപ്പ് ഊരാൻ നോക്ക്. അതിനുശേഷം ഞാൻ ശ്രമിക്കാം. അപ്പോൾ വടക്ക് ദിശയിലുള്ള കാറ്റ് അതിലേ പോകുന്ന വഴിയാത്രക്കാരന്റെ മേൽ കുളിർക്കാറ്റ് വീശി. കാറ്റിന്റെ ശക്തി കൊണ്ട് ആ വഴിയാത്രക്കാരന്റെ പുതപ്പ് താഴേക്ക് വീണുപോയി. അത് അവൻ ഉടനെ തന്നെ എടുത്ത് നന്നായി മുറുക്കി കെട്ടി. എന്റെ ദൈവമേ, ഇതെന്തൊരു തണുപ്പാണ്! ഈ കോട്ടിന്റെ ബട്ടനൊക്കെ മുറുക്കിയിടണം. അതെ, ഇത്രയും തണുത്ത കാറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഈ മോശമായ തണുത്ത കാറ്റ് എന്റെ കോട്ടിനെ കീറാതെ വിടില്ല. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? കാറ്റ് എത്രത്തോളം അധികമായി വന്നോ അത്രത്തോളം ആ പുതപ്പ് അവൻ മുറുക്കി കെട്ടി. വളരെ കോപത്തോടുകൂടി അവന്റെ പുതപ്പ് നീക്കുവാൻ നോക്കി. പക്ഷേ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. ഞാൻ ശ്രമിച്ചു നോക്കി, എന്നെ കൊണ്ട് അത് സാധിച്ചില്ല. എന്റെ തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോ നിന്റെ അവസരമാണ്. നീയെ ശ്രമിച്ചു നോക്കൂ. എന്റെ പരാജയം ഞാൻ സമ്മതിക്കുന്നു. ശ്രമിച്ചു നോക്കൂ. അപ്പോൾ സൂര്യൻ ഒന്നും മിണ്ടിയില്ല. മേഘത്തിന്റെ പുറത്തേക്ക് വന്ന് ആ സൂര്യൻ ആ വഴിയാത്രനെ നോക്കി മെല്ലെയൊന്ന് ചിരിച്ചു. താഴെയിരുന്ന വഴിയാത്രക്കാരന്റെ മേലേക്ക് തന്റെ രശ്മികൾ പടർത്തി. ഓ, എന്തൊരു സുഖം കണ്ടില്ലേ! സൂര്യന്റെ രശ്മി കൂടി ചൂട് അധികമായി. ഓ, ഇപ്പൊ ചൂട് കൂടുകയാണല്ലോ. നേരം പോകുന്തോറും ഉച്ച സമയമായി. ഇതെന്തൊരു അതിശയമാണ്! ഇപ്പൊ സൂര്യന്റെ ചൂട് കാരണം എനിക്ക് ഈ കോട്ടിടേണ്ട ആവശ്യമേ ഇല്ലല്ലോ. വഴിയാത്രക്കാരൻ സന്തോഷത്തോടെ അവന്റെ പുതപ്പെടുത്തു മാറ്റി. സത്യം തന്നെ, സൂര്യഭഗവാനെ, താങ്കളുടെ വലിയ ശക്തി താങ്കൾ തെളിയിച്ചിരിക്കുന്നു. വിജയം താങ്കളുടെ. കുട്ടികളെ,
ഇവിടെ നോക്കൂ, കൃപയും അച്ചടക്കവും മാത്രമേ നമുക്ക് വിജയം കൊണ്ടുവന്ന് ചേർക്കൂ. പക്ഷേ വേഗം നിറഞ്ഞ അകമ്പാമ്പുള്ള കാര്യങ്ങൾ പരാജയം മാത്രമേ കൊടുക്കൂ. ഓ, എന്തൊരു ചൂടാണ്! ഇന്ന് വല്ലാത്ത ദാഹം തോന്നുന്നു. എന്നെ കൊണ്ട് ഒച്ച വെക്കാൻ പറ്റുന്നില്ല. നാക്ക് വരണ്ട് പോയിക്കുന്നു.